വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പുത്തൻകുരിശ് സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വലിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് 2 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 5 സെൻറ്റ് സ്ഥലവും 5.5 സെൻറ്റ് സ്ഥലത്തുമാണ് വില്ലകൾ വരുന്നത്. 1980 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 1 കിലോമീറ്ററും പുത്തൻകുരിശേക്ക് 5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്ററും കാക്കനാടേക്ക് 14 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 14 കിലോമീറ്ററും ചോറ്റാനിക്കര ദേവി ടെമ്പിളിലേക്ക് 9.5 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 16 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 26 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു മനോഹരമായ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ടാർ റോഡിൽ നിന്ന് കുറച്ച് പോർഷൻ ഇനി ഇൻ്റർലോക്ക് കട്ടകൾ വിരിക്കാനായിട്ടുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് പോർഷനിൽ ഇൻ്റർലോക്ക് കട്ടകൾ നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് വിട്ട് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. അതുപോലെ തന്നെ ഡെഡ് എൻഡിനോട് ചേർന്നിട്ടാണ് ഈ 2 വീടുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസ് ലഭിക്കുന്നുണ്ട്. കോമൺ കിണറും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ടോപ്പ് ഡിസൈൻ ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് മാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈസ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 കാർ പാർക്കിംഗ് സ്പേസും വരുന്നത്. വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് ഗാർഡൻ ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇനി ഇവിടെ മെറ്റൽ ചിപ്സ് വിരിക്കാനായിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും 4 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും 4 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിച്ചണും വർക്ക് ഏരിയയും വരുന്നത്. എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പേസിലായിട്ട് ഒരു വർക്ക് ഏരിയ കൂടി എടുക്കാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. 4 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ സ്റ്റീൽ ഡോറിലാണ് വന്നിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിംഗിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈസ്റ്റിലേക്ക് UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഒന്നും ചെയ്യാതെയാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് എക്സ്ട്രാ സ്പേസ് ലഭിക്കുന്നുണ്ട്. എക്സ്ട്രാ ടേബിളൊക്കെ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തതിന് ബാക്ക്ഗ്രൗണ്ട് എല്ലാം വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിലും ഒരു എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഫിനോളക്സിൻ്റെ വയസ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റ് കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും വരുന്നുണ്ട്. പ്യൂരിഫയറിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. കിച്ചൺ കൂടാതെ വിശാലമായ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെയും ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഈ ഒരു ഏരിയയിലും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ഗ്രിൽ ഡോറും വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സരയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് പോകാതെ തന്നെ നമുക്കൊരു കബോർഡ് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വോളിലായിട്ട് വെസ്റ്റിലേക്ക് UPVC വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓപ്പൺ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തൊരു സ്റ്റഡി റൂമോ ഓഫീസ് സ്പേസോ ഒക്കെ ആക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു UPVC വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സോഫ സെറ്റൊക്കെ ഇടാനുള്ള സ്പേസ് നമ്മുടെ ഈ അപ്പർ ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ കോർണറായിട്ട് നമ്മൾ കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബെഡ്റൂമിന് 15 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയിൽ ഫ്ലോറിങ്ങിനായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് കൂടാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് നമുക്കൊരു ഓപ്പൺ സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇത് കൺവേർട്ട് ചെയ്തൊരു സ്റ്റഡി റൂമോ ഓഫീസ് സ്പേസോ ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. 5 സെന്റ് സ്ഥലത്ത് 1980 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.